Hi friends, welcome back. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള പാൽഗോവ റെസിപ്പിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അമൃതം പൊടിയാണ്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരമാണിത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് അമൃതം പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. 3.5 ടേബിൾ സ്പൂണോളം പശു നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. കുട്ടികൾക്ക് പൊതുവെ അമൃതമെല്ലാം കാച്ചി കൊടുത്താൽ എന്തായാലും അവർ കുടിക്കൂല. അങ്ങനെ അമൃതം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അമൃതം പൊടി നെയ്യുമായിട്ട് നല്ലോണം മിക്സ് ആയാൽ മാത്രം മതി. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാവും നല്ലത്, പക്ഷേ നല്ല ചൂടുണ്ടാവും. ആദ്യം ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്പൂണെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. ഇനി അമൃതത്തിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രം മുഴുവനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അങ്ങനെ ആയിക്കൊടുത്താൽ പാൽക്കട്ട നേരിയതായിപ്പോൾ. പാൽക്കട്ട എന്നല്ല പറയുമ്പോൾ കുറച്ചൊരു കട്ടിയിലെല്ലാം വേണ്ട. അതുകൊണ്ട് ഞാൻ പാത്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ പാൽക്കട്ട പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. എൻ്റെ അടുത്ത് കുറച്ചെല്ലാം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പാൽക്കട്ടിൻ്റെ അതേപോലെ തന്നെയാണുള്ളത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.